ഹായ് ഗായ്സ്, വെൽക്കം ടു പാർട്ട് 3 ഓഫ് ലക്ഷദ്വീപ് വ്ളോഗ്. വീണ്ടും നമ്മൾ കടൽ തന്നെയാണ് കാണുന്നത്. ഈ ലഗൂൺസ് എത്ര കണ്ടാലും മതിയാവില്ല. അതിൻ്റെ ഈ കളറ് കാരണമായിരിക്കാം ഈ കടൽ നമുക്കൊരു അഡിക്ഷനായി മാറുകയാണ്. എന്നും രാവിലെ നിൽക്കുന്നത് നേരെ ഈ കടൽ കാണാമല്ലോ എന്ന സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു ഐലൻഡ് വിസിറ്റിങ്, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സീ ടേർട്ടിൽ, അതേപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ട്, ആ റൈഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഡേ ആണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ പോവുകയാണ്. അപ്പോൾ ഓരോ മീനുകളും അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഓരോ സംഭവങ്ങൾ കാണുന്ന ഒരു ഏരിയ എത്തുമ്പോൾ അവർ നിർത്തി കാണിച്ചു തരും. അപ്പോൾ ഈ ലക്ഷദ്വീപിൽ വന്ന് നമ്മൾ മിസ് ചെയ്യാൻ പാടാത്ത വേറൊരു കാര്യമാണ് ഈ ഗ്ലാസ് ബോട്ട് റൈഡ്. അതും വേറൊരു ഐലൻഡിലേക്ക് പോകുന്ന റൈഡ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബോട്ടിൻ്റെ അടിയിൽ കൂടെ നല്ല ക്ലിയർ ആയിട്ട്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. പലതരം മീനുകൾ, ചിലപ്പോൾ സീ ടേർട്ടിലൊക്കെ പോണത് കാണാം. നമ്മുടെ ആമക്കുട്ടൻ, അതേപോലെ ലക്ഷദ്വീപിൽ മാത്രം കണ്ടുവരുന്ന കോറൽസ്, അതേപോലെ ഫിഷ്, പലതരം ഫിഷുകളുണ്ട് ലക്ഷദ്വീപിൽ. അത് കണ്ടില്ലേ, കുറേ സ്ട്രൈപ്പ് ആക്കിയിട്ടുള്ള ഫിഷുകൾ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. അവർ കുറേ പേരുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു, പക്ഷെ ഞാൻ മറന്നു. ഇതെല്ലാം ഞാൻ മറന്നു. നമ്മുടെ ലക്ഷദ്വീപിലെ ആൾക്കാർ നമ്മുടെ കൂടെ വരുന്ന ബോട്ടിൽ വരുന്ന ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും, ഇന്ന ഫിഷാണ് ഇത്, ഇന്നതാണ് ഈ ഒരു ഫിഷിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ചിലതിൻ്റെ വാല് തട്ടിയാൽ, അല്ലെങ്കിൽ അവർ സ്കെയിൽസ് എന്തെങ്കിലും ഭാഗങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ മുറിയും, കാൽ മുറിയും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, അവർ കുറേ ഇൻഫർമേഷൻസ് നമ്മൾ ഓരോ ഫിഷിനെ കുറിച്ച് അവർ പറഞ്ഞു തരും. കാരണം പലതരം ഫിഷുകൾ, ഇഷ്ടം പോലെ ഫിഷുകളാണ് അവിടെ ഉള്ളത്. അതെല്ലാം അവർ പറഞ്ഞുതരും. പിന്നെ നമുക്ക് ഈ കടലിനെ കുറിച്ചും പല കാര്യങ്ങളും നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അവർക്ക് നല്ലൊരു അറിവുള്ള ആൾക്കാരാണ് ഈ ലക്ഷദ്വീപിലെ എല്ലാ ആൾക്കാരും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ദിവസം ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ആൾക്കാരായിരിക്കും. അവർക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് അതിൻ്റെ ഒരു ഉത്തരം അവരുടെ ഉണ്ടാവും. പിന്നെ നമ്മൾ അന്ന് പോയ ദിവസം ഈ ഒരു കടലിൻ്റെ ട്രാൻസ്പെറൻസി നല്ല കൂടുതലായിരുന്നു. നമുക്ക് നല്ലോണം കടലിൻ്റെ ഉൾഭാഗം കാണാമായിരുന്നു. അതേപോലെ തന്നെ ഈ ഫിഷിനെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഈ ലക്ഷദ്വീപിലെ ഈ കടൽ ഇത്രയും ഭംഗിയും ഇത്രയും ക്ലിയർ ആയിട്ടും ഇരിക്കാൻ കാരണം അവിടെ നല്ല വൃത്തിയായിട്ടാണ് അവർ ഈ കടലിനെ സൂക്ഷിക്കണം. അവർ പൊല്യൂട്ട് ചെയ്യുന്നില്ല, ഈ കടൽ നശിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൽ കുറേ കോറൽസ് ഉണ്ട്. ആ കോറൽസൊക്കെ അതേപോലെ തന്നെ ഈ മറ്റേ പവിഴപ്പുറ്റി പോലത്തെ സാധനം ഉണ്ടല്ലോ, ഈ ചിപ്പികൾ, ആ സാധനങ്ങൾ, അതൊക്കെയാണ് ഈ ലക്ഷദ്വീപിൻ്റെ ഈ ഒരു കടലിനെ പ്രൊട്ടക്റ്റ് എന്നാണ് പറഞ്ഞത്, അക്ഷരം മാറിപ്പോയിണ്ടാവും ചിലപ്പോൾ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പിന്നെ മനുഷ്യന്മാർ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്ത്, അതായത് ഇത് പൊല്യൂട്ട്, ഞാൻ മലയാളത്തിൽ ഭയങ്കരമായിട്ട് സ്ഫുടമായിട്ട് പറയാൻ നോക്കുകയാണ്, പക്ഷേ എനിക്കത് വരുന്നില്ല. പൊല്യൂട്ടഡ് ആക്കിയിട്ട്, അതായത് പൊല്യൂഷൻ ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം നല്ല ഭയങ്കര ഭംഗിയാണ്. ഈ കടൽ കണ്ട് നമുക്ക് മടുക്കുന്നു എന്നുള്ളൊരു സംഭവമേ ഇല്ല. അവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാൻ വരെ തോന്നും. അങ്ങനെ പോയി പെട്ടെന്നാണ് ഒരു കൂട്ടം ഫിഷ് നമ്മൾ ഇങ്ങനെ കണ്ടത്. ഇതിനവരെന്തൊരു പേര് പറഞ്ഞിരുന്നു, അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഭയങ്കര രസമായിരുന്നു. പോരാത്തതിന് ഈ സൺലൈറ്റ് ഭയങ്കരമായിട്ട് നല്ലൊരു സൺലൈറ്റും കൂടി അടിക്കുമ്പോൾ നമുക്ക് നല്ലോണം ക്ലിയർ ആയിട്ടത് കാണാം. ആ ബോട്ടിൽ ഞാൻ ഫോണൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മാതിരിയായിട്ട് കാണുന്നത്. നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടെ നേരെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് നല്ലൊരു കുളിർമ, ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാവും. കണ്ടില്ലേ, നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിൽ കൂടിയും കാണാം, പുറത്തേക്ക് വെള്ളത്തിൽ കൂടെ നോക്കിയാലും കാണാം, എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്ലാസ് ബോട്ട് ട്രിപ്പ് ഞാൻ പോകാൻ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സീ ടേർട്ടിലിനെ കാണാൻ, കടലാമയെ കാണാമല്ലോ എന്നുള്ളൊരു ആക്രാന്തത്തിലാണ് ഞാൻ പോയത്. കാരണം കടലാമയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരു സാധനമാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കടലാമ. ഇതിനെ നമുക്ക് ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഒരു കൈയില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടായിരിക്കാം ആ കൈയിൻ്റെ ആ ഒരു സംഭവം പോയിട്ടുണ്ടാവുക എന്ന് അവർ പറഞ്ഞു. ഇതിനെ കൈ എന്നാണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അതായത് ടേർട്ടിലിൻ്റെ ഈ ഒരു കൈയിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടാവണമല്ലോ. ഞാൻ പിന്നെ കൈ എന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രം. നല്ല ഭംഗിയുള്ള വലിയൊരു ടേർട്ടിലായിരുന്നു. നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, നമുക്കത് നേരെ കാണാമായിരുന്നു ക്ലിയർ ആയിട്ട് എത്ര വലുപ്പമാണ്. കാരണം നേരെ നമ്മൾ താഴത്തെ നമ്മൾ ബോട്ട് അനങ്ങാതെ നിർത്തി, എന്നാലും നമുക്കതിന് നേരെ ക്ലിയർ ആയി കാണുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം ആ ഒരു അറ്റത്ത് നമ്മുടെ പുതിയ ഐലൻഡാണ്, അവിടെ എത്താറായി. നമ്മൾ സൺസെറ്റിൻ്റെ ഏകദേശം ആ ഒരു അവസ്ഥയെ എത്തുമ്പോഴാണ് നമ്മൾ പോകുന്നത്. കാരണം അവിടെ സൺസെറ്റ് കാണാൻ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്ത് നമുക്ക് തിരിച്ചു പോരാലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം ഈ ഐലൻഡിൻ്റെ. അപ്പോൾ ഇതൊരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ നമ്മളൊരു ഇടവഴി ഉണ്ടാക്കി അങ്ങനെ പോവുകയാണ്.
അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നല്ല വെയിലുണ്ട്, മുഖത്തേക്ക് വെയിലടിച്ചിട്ട് നമുക്ക് കണ്ണും കാണില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു കഥയുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ വന്നൊരു സമയത്ത് അവർ എന്താ പറയുക, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു പേരൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ആ സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കടലിന് വെള്ളം ഇറങ്ങുന്ന സമയത്ത് നിന്ന് ഞങ്ങൾ നിന്നിരുന്ന ആ ഒരു ഐലൻഡിൽ നിന്ന് ഇവിടേക്ക് നടന്നു വന്നു. കാരണം ഈ വെള്ളം കടലൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല അത്ര ആ സമയത്ത്. അപ്പോൾ അവിടുന്ന് നടന്നു വന്ന് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ചെയ്ത്. പിന്നീട് അവരെക്കുറിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ല, അവരെവിടെ പോയി എന്തായി അങ്ങനെ ഒന്നും. ഇവിടെ വന്ന് താമസിച്ചു എന്നാണ് അറിയണത്. കാരണം പിറ്റേ ദിവസം ഇവർ ഈ ഇവിടേക്ക് വന്നിട്ട് പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലാന്നോ, പിന്നെ കടൽ കയറിയതുകൊണ്ട് അവർക്ക് വഴി കൂടെ നടന്നു പോകാൻ പറ്റില്ലല്ലോ, കടലിൻ്റെ ഇടയിൽ കൂടെ എന്തായാലും. അപ്പോൾ വെള്ളം കയറിയിട്ട് അവർക്ക് നടന്ന് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊക്കെയാണ് അവർ പറയണത്. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ആ ചാടിയിരിക്കുന്നത്. അപ്പോൾ വിഷ്ണുടൻ ചാടി ആ ഒരു സ്ഥലത്തൊക്കെ അവർ ഒളിച്ചിരുന്നു, അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബോട്ടിലുണ്ടായിരുന്ന അവിടുത്തെ നാട്ടുകാരനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഇങ്ങനെയാണ് കഥ, ഈ ഒരു ഐലൻഡിനെ കുറിച്ച്, ഇതാണ് നമ്മുടെ ഈ ഐലൻഡിൻ്റെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ആ ഒരു കുഴിയിൽ കണ്ടില്ല, അവിടെ ഇറങ്ങിയിരുന്ന നല്ല ഭംഗിയായിട്ട് നമുക്ക് അവിടെ നല്ലൊരു വ്യൂ കാണാമായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ മുഴുവൻ ആൾക്കാരായിരുന്നു, പിശാചുക്കൾ കാരണം നമുക്ക് നേരെ കാണാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാത്ത സമയത്ത് അവിടുന്ന് ആൾക്കാരൊക്കെ പോയിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ വെട്ടിയൊട്ടിക്കാം. ഓക്കെ, ഇത് ആ ഒരു എന്താ പറയുക ഐലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്രാബാണ്. ഇതിന് ഓരോന്നിനും ഓരോ ഷെല്ലാണ്. ഇതിപ്പോൾ ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരിക, അപ്പോൾ നമ്മുടെ കൂടുന്ന ആൾ നമുക്ക് വേഗം പറഞ്ഞു തരികയാണ് ഇതിങ്ങനെ ഒരു ക്രാബാണ്. ഇതിന് നല്ല ഭംഗിയുള്ള ഷെല്ലൊക്കെ ഉള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ എന്തോ ചൂടുവെള്ളത്തിലിട്ടിട്ടോ എന്തോ ഊതിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് അതിനെ പറിച്ചെടുത്തിട്ട് നമുക്ക് ആ ഷെല്ല് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഈ ക്രാബ് എന്ത് ചെയ്യും, അതിൻ്റെ ആ ശരീരം ഉണ്ടല്ലോ, ആ ബോഡി, അത് വേറെ ഒരു എന്തെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന ഷെല്ലിൽ പോയിട്ട് അത് കയറുത്രേ. പിന്നീട് അതിൻ്റെ ഷെല്ലാണത്ര അത്. അതായത് മനസ്സിലാവുന്നുണ്ടോ എല്ലാം ഞാൻ പറയണ കഥ? പിന്നെ ഈ സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഐലൻഡ് വേറെ ആൾക്കാരൊന്നും പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. ഇന്ത്യയുടെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക സ്മാരകം പോലൊരു സംഭവമാണത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമുക്കൊരു പ്രളയമൊക്കെ വന്നിരുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്ത് പുതിയതായിട്ട് രൂപപ്പെട്ട ഒരു ഐലൻഡാണത്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കാണാൻ പറ്റും. ആ സമയത്ത് ഞാൻ പോയ സമയത്ത് അവിടെ നോമ്പൊക്കെ ആയിരുന്നു. അപ്പോൾ നോമ്പിന് അവർ നിസ്കരിക്കാനൊക്കെ, അതായത് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അവരിവിടെ വന്നിട്ടാണ് നിസ്കരിക്കലും അവർ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് ഞാൻ സൂം ചെയ്ത് അവിടെ ആൾക്കാരുള്ളത് കാണിച്ചു തരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മൾ ഈ വീണ്ടും തിരിച്ച് ബോട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഈ ക്രാബുകൾ കൂട്ടായിട്ട് ഇങ്ങനെ പോണത് കാണാം. ഇതെല്ലാം ഈ ഓറഞ്ച് കളർ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പോരാത്തതിന് ഇതിൻ്റെയൊക്കെ ഷെല്ല് എന്ന് പറഞ്ഞാൽ അതിൽ പൂപ്പലും പായലൊക്കെ പിടിച്ച ഷെല്ലുകളാണ്. പിന്നെ ഭയങ്കര ഡിഫറെൻറ്റ് ഷെല്ലുകളൊക്കെ ഉണ്ട്. നമ്മൾ കുറേയൊക്കെ എടുത്ത് പെറുക്കിയെടുക്കാൻ നോക്കി. നമുക്ക് ഒന്നാമത് ഈ ലക്ഷദ്വീപിൽ നിന്ന് ഷെല്ലുകളൊന്നും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അത് ഇല്ലീഗലാണ്. വലിയ ഷെല്ല് സാധനങ്ങളൊന്നും, ചെറിയ ഇങ്ങനത്തെ കുഞ്ഞി പൊടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. കണ്ടില്ല, ഇയാൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഷെല്ല് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആൾ പറഞ്ഞു കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം, അതായത് വലുതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് കൊണ്ടുപോകാം. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണം, അത് ജീവനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരില്ല. അപ്പം അയാൾ എന്തൊക്കെയൊക്കെ ഊതി തൊട്ടും ഒരു 2 മിനിറ്റ് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്തു, കുറേ നേരം കയ്യിൽ വെച്ച് നോക്കി. പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞു പാവം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അതിനെ അവിടെ വിട്ടോളാൻ പറഞ്ഞു, എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ഞാൻ അതിനെ അവിടെ ഉപേക്ഷിച്ചു. ലെറ്റ് ദം ലീവ്, അവരൊന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ വന്നുകൊണ്ടിരിക്കണം. ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു കാറ്റും നല്ലൊരു സുഖം. എനിക്ക് അവിടെ കടലിൽ നടുക്ക് കടന്നാൽ മതി, അവിടെ ജീവിച്ചാൽ മതി എന്നായി. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് രസമാണ് ഈ മീനുകൾക്ക്. അതേപോലെ തന്നെ ഈ കടലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് ഞാൻ ഫിഷിനെയാണ് ഉദ്ദേശിച്ചത്, മനുഷ്യന്മാരല്ല. അവർക്കൊക്കെ എന്ത് സുഖമാണ്. ചിലപ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്തു, കടലിൻ്റെ മറ്റേ മെർമെയ്ഡൊക്കെ ആയാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. വെളിച്ചമുള്ള സമയത്ത് വന്നിട്ട് ഇരുട്ടാവുമ്പോഴാണ് നമ്മൾ വീട്ടിലേക്ക്, അതായത് റൂമിലേക്ക് എത്തണത്. അപ്പോൾ ഞങ്ങളുടെ ഡേ 3 നന്നായി ഞങ്ങൾ ആസ്വദിച്ച് എന്താ പറയുക, നമ്മളെ ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കുക പറയുക, നന്നായി ജീവിച്ചു എന്തായാലും ആ മൊമെൻറ്റിൽ. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. ഇതാണ് ആ ഗുഹ പോലത്തെ സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് എടുത്ത പിക്സാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് സൺസെറ്റിൻ്റെ സമയത്തും കുറച്ച് പിക്കൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ 3 ഇൻ ലക്ഷദ്വീപ്. അപ്പോൾ ഡേ 4 ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ ഗായ്സ്, സീ യു അഗൈൻ.